അപ്പോൾ നമുക്ക് കോയമ്പത്തൂരേക്ക് വിട്ടാലോ? സാരിയൊക്കെ മാറ്റിയിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡ്രസ്സെല്ലാം പറക്കി എടുത്ത് വെക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമുക്ക് റൂം ചെക്ക് ഔട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം പറക്കി എടുത്ത് വെക്കുന്നതായിരുന്നു അമ്മയും എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും അനിയത്തിയും ഏട്ടനും കുഞ്ഞും ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അവരെ സാരിയൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇതാണ് പാസ് അണ്ണി എന്ന് പറഞ്ഞിട്ടില്ല മൗത്ത് റീഫ്രഷർ. അപ്പോൾ ഇത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഞാൻ വീഡിയോ ആദ്യം തൊട്ടേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, എൻ്റെ വായ ഒരു ചമക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. അത് ഇതായിരുന്നു എൻ്റെ വായിൽ ഓൾറെഡി ഉണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ പേരക്ക, മിച്ചർ, കേക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ കഴിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് വിശന്നിട്ടും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇന്ദ്ര എൻ്റെ അടുക്ക വന്നിട്ട് കുറേ കളിച്ചു. അതുകൊണ്ട് ഓള് പിന്നെ ഉറങ്ങി. അപ്പോൾ ഓൾ ഉറങ്ങിയ ടൈമിൽ ഓളമ്മ പോയിട്ട് ഐസ്ക്രീം വാങ്ങി. ഇതേ കോളിഫ്ലവർ നമ്മളെ നാട്ടിലേക്ക് മറ്റേ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല നല്ല കാഴ്ചയായിരുന്നു പോകുന്ന വഴിയിലുണ്ടായിരുന്നത്. അപ്പം നമ്മൾ നേരെ പോകുന്നത് ദിയോഗിലേക്കാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പേജെല്ലാം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. സെയിം നമ്മളെ നാട്ടിലുള്ള അൽ മജ്ലിസ് പോലുള്ള ഒരു ഹോട്ടലിലേക്കായിരുന്നു. ഫുഡൊക്കെ വെറൈറ്റീസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒരു ബീഡ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് എൻ്റെ വായി പൊള്ളിയിട്ടാന്നേ ഇല്ല, പകുതിക്കൊന്ന് ഞാൻ തുപ്പി. അതിനുള്ളിൽ നൂറോ അങ്ങനത്തെ ഒന്നുമില്ല, ചപ്പ് അങ്ങനത്തെ പോലത്തെ ഒന്നുമില്ല. ഒരു സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയും ചെറീസും അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അങ്ങനെ നമ്മൾ നേരെ ആദിയോഗിയിലേക്ക് വിട്ടു. ഞാൻ കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു ആദിയോഗി ടെമ്പിൾ. അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ പേജ് ഒന്ന് സബ്സ്ക്രൈബ്